സ്റ്റാർട്ട് ബട്ടണിൽ ഈ ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് കാണുന്ന സംഗതികളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇതിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസിലേക്ക് പോവുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നും കസ്റ്റമൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെയും ഐറ്റം ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ മൈ കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഐറ്റം ഡിസ്പ്ലേ ചെയ്യേണ്ടതില്ല എങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡോണ്ട് ഡിസ്പ്ലേ ദിസ് ഐറ്റം എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന ഐറ്റം ഇതിൽ വരുന്നതായി കാണുന്നില്ല. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിലേക്ക് പോവുക, ഇതിലെ കസ്റ്റമൈസ് എന്ന ഭാഗത്തേക്ക് പോവുക. അതിനുശേഷം ഇത് ഡിസ്പ്ലേ ആസ് ലിങ്ക് കൊടുക്കുക. ഡിസ്പ്ലേ ആസ് മെനു എന്ന് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മെനു ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഈ ഹാർഡ് ഡിസ്കിലേക്ക് നേരിട്ട് പോകാനായിട്ട് സാധിക്കും. മൈ കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഈ കമ്പ്യൂട്ടർ എന്നുള്ളത് എനിക്ക് വന്നിരിക്കുന്നത്. നേരിട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുപോലെ അവിടെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഐറ്റത്തിനെ കുറിച്ചിട്ടുള്ള കണക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡിസ്പ്ലേ ദിസ് ഐറ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓരോ ഐറ്റം അങ്ങനെ കാണാനായിട്ട് സാധിക്കും പറ്റും. ഗെയിംസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗെയിംസ് ചെക്ക് ചെയ്യുക. ഇവിടെ ഡോണ്ട് ഡിസ്പ്ലേ ദിസ് ഐറ്റം എന്നുള്ള ഈ ഓപ്ഷൻ സ്വീകരിക്കുക. ഓരോ ഐറ്റത്തിനും ഈ ഓപ്ഷൻ സ്വീകരിച്ചാൽ ആ ഐറ്റം ഓരോന്നായിട്ട് അതിൽ നിന്ന് കുറഞ്ഞു വരുന്നതാണ്. പഴയ പോലെ വരാനായിട്ട് യൂസ് ഡിഫോൾട്ട് സെറ്റിങ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പഴയ പോലെ വരും. പഴയ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സിലേക്ക് മാറുന്നതാണ്. ഓക്കെ കൊടുക്കുക, അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക.